ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ര ആക്ടിവേഷൻ എന്തിനു വേണ്ടി, അതെങ്ങനെ ചെയ്യാം? ലൈഫിൽ നമുക്ക് സ്ട്രഗിൾ ഇല്ലാതെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ചക്ര ആക്ടിവേഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പല വ്യക്തികൾ മൂലമോ സാഹചര്യങ്ങൾ മൂലമോ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരും. ചക്ര ആക്ടിവേഷൻ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള ഒരു എനർജി നമ്മളിലുണ്ടാവും. അത് പലതരത്തിലുള്ള ഫ്രീക്വൻസി സൗണ്ടുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയിലുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും അതിനെ ആക്ടിവേഷൻ ചെയ്യാം. പക്ഷേ അതിനേക്കാളും ബെറ്ററായിട്ട് നമ്മളതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലും ബെറ്ററായിട്ട് അതിനെ ആക്ടിവേഷൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചക്ര എന്ന് പറയുന്നത് ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്ന എനർജി പോയിൻറ്റുകളാണ്. അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിനുള്ളിൽ മെയിനായിട്ട് 7 എനർജി പോയിൻറ്റുകളാണുള്ളത്. ശരീരത്തിന് പുറത്തേക്കും ഇത് വ്യാപിച്ചു നിൽക്കുന്നുണ്ട്. മൂലാധാര, സ്വാധിഷ്ഠാന, മണിപ്പുര, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര എന്നിവയാണ് ശരീരത്തിനുള്ളിലുള്ള 7 പോയിൻറ്റുകൾ. ഈ എനർജി പോയിൻറ്റുകളിൽ ഈ ചക്രാസിൽ ബ്ലോക്ക് ഉണ്ടാവാൻ കാരണം അനേകം ജന്മങ്ങളിലെ കാർമിക് ഡെപ്സ് മെമ്മറീസ് എല്ലാം ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ മൂലാധാര ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് ഭയമാണ് അനുഭവപ്പെടുക. ഭയം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് നമ്മളെ പേടിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലല്ല വരിക. ഭയം എന്ന ഒരു വികാരം പല തരത്തിൽ, പല സാഹചര്യത്തിൽ, പല വ്യക്തികൾ മുഖേനയാണ് നമ്മളിലേക്ക് വരിക. ചില അസുഖങ്ങളുടെ രൂപത്തിൽ വരാം. അങ്ങനെ ഭയം നമ്മളിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ വ്യക്തികളുടെ രൂപത്തിൽ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ രൂപത്തിൽ വരാം. അങ്ങനെ പലതരത്തിൽ അതേ സാഹചര്യം ക്രിയേറ്റ് ആകും. ഇതേ ഭയം പലപ്പോഴായി ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായി നമ്മൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള സൊല്യൂഷൻ ചിന്തിക്കും. അങ്ങനെ നല്ല ഒരു മാസ്റ്റർ മൈൻഡുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ സാഹചര്യത്തെ വളരെ പെട്ടെന്ന് മറികടക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ഭയം എന്ന വികാരം നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല, നമ്മളിൽ നിന്ന് പൂർണ്ണമായും പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഒരു സാഹചര്യം മാറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും നമ്മളെ അതേ സാഹചര്യം, ഭയം തന്നെ മറ്റൊരു സാഹചര്യത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും, നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരും. അങ്ങനെ ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ ഇത് തുടരുന്നുണ്ടാവും. നമ്മൾ ഈ ജന്മത്തിൽ ഇപ്പോൾ അറിയുന്നുണ്ടാവും. അത് ഈ ജന്മത്തിൽ തന്നെ എത്ര പ്രാവശ്യം ഇതേ വികാരം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഈ ബ്ലോക്ക് മാറിയാൽ അവിടെ ഉണ്ടാവേണ്ട ഫീലിംഗ് കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ചക്ര ആക്ടിവേറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് കർമ്മങ്ങൾ ഓരോന്ന് ആക്ടിവേഷൻ ആയി, ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി അങ്ങനെ മാറുകയുള്ളൂ. ആക്ടിവേഷൻ ആയി എന്ന് വിചാരിച്ച് നമ്മൾ പൂർണ്ണമായും അതിൽ നിന്ന് മുക്തി നേടി എന്ന് പറയാൻ പറ്റില്ല. കർമ്മങ്ങളെല്ലാം തീർന്നു എന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ പതുക്കെ ആക്ടിവേഷൻ ആകാൻ തുടങ്ങും. പക്ഷെ നമ്മൾ ചക്ര ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൽ കുറച്ച് നമുക്ക് അത് ഫേസ് ചെയ്യാനുള്ളൊരു, എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഇതൊക്കെ നമ്മളിലുണ്ടാവും. അപ്പോൾ ഈ എനർജി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മാസ്റ്റർ മൈൻഡ് ഉപയോഗിച്ച് ആ സാഹചര്യത്തെ മറികടക്കാനാണ് ശ്രമിക്കുക പലപ്പോഴും. പക്ഷെ അത് അവയർനെസ് ഉണ്ടാവുന്നില്ല. ഇത് ഭയമാണ്, ഈ സാഹചര്യം ഇങ്ങനെ വന്നിരിക്കുന്നത് ഭയം എന്നിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ നമുക്ക് ആക്ടിവേഷൻ ആകാൻ കൂടുതൽ പ്രയോജനപ്പെടും. അടുത്ത എനർജി പോയിൻ്റാണ് സ്വാധിഷ്ഠാന. അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഗിൽറ്റി ഫീലിംഗ് ആണ് നമുക്ക് സാഹചര്യങ്ങളായും വ്യക്തികൾ മുഖേനയും ഉണ്ടാവുക. അതിൽ ശരിക്കും ഉണ്ടാവേണ്ട ഫീലിംഗ് ആനന്ദമാണ്. പക്ഷെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. അടുത്തത് മണിപ്പുര ചക്രയാണ്. അവിടെ ഉണ്ടാക്കേണ്ട ഫീലിംഗ് കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ വിൽ പവറാണ്. പക്ഷെ നമ്മൾ അവിടെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഷെയിം, നാണക്കേട് അല്ലെങ്കിൽ കോംപ്ലക്സ്. പല വ്യക്തികൾ മുഖേന നമ്മൾക്ക് ഒരു നാണക്കേട് അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽപ്പെട്ട് നമ്മൾ ആ നാണക്കേട് അനുഭവിക്കേണ്ടി വരും. കോംപ്ലക്സ് നമ്മളിലുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് കോംപ്ലക്സ് സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ ആ ഫീലിങ്സ് നമ്മൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ വേദനിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെ ആക്ച്വലി ഉണ്ടാവേണ്ട ഫീലിംഗ് ഇതാണ്,
നമ്മൾ ആ സിറ്റുവേഷനെ മറികടന്ന് പോരും. ആ ഒരു സാഹചര്യം അല്പനേരം നിൽക്കുള്ളൂ. ഈ ടൈപ്പുള്ള ഫീലിങ്സിനെല്ലാം ഒരുപാട് നേരം നമ്മളിൽ നിലനിൽക്കാൻ പറ്റില്ല. അല്പനേരം അത് നിലനിൽക്കുള്ളൂ. പിന്നെ അടുത്ത ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താണ് ഈ ഫീലിംഗ് നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സിറ്റുവേഷൻ കുറച്ച് നമ്മളെ മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ മറികടന്ന് പോവും. അടുത്തത് അനാഹത ആണ്, ഹൃദയചക്രമാണ്. അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പലതരത്തിൽ തുടർച്ചയായി നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ്. അതിൽ എത്രത്തോളം കാർമിക് ഡെപ്സ് ഉണ്ടോ അത്രത്തോളം ബ്ലോക്ക് ഉണ്ടാവും. ഓരോ വ്യക്തിക്കും അത് വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഹൃദയചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ വളരെയധികം ആ സഫറിങ്ങിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോവുക. ദുഃഖം, കുടുംബം, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ടൊരു നിരാശ, ഈ ഒരു ഫീലിംഗ് എല്ലാം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല നമ്മൾ എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ ഉണ്ടാവേണ്ട ഫീലിംഗ് എന്താണ്? സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. ആ സ്നേഹത്തിന് പകരമാണ് ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അവെയർനെസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കർമാസ് കുറേശ്ശെയായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയി അത് ആക്ടിവേഷൻ ആവാൻ തുടങ്ങും. ആക്ടിവേഷൻ ആയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി കിട്ടി, കർമ്മങ്ങളെല്ലാം തീർന്നു എന്ന് പറയാൻ പറ്റില്ല. അത് പതുക്കെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജാണ് അത് ആക്ടിവേഷൻ ആകുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ സിറ്റുവേഷനിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ എൻ്റെ ഈ കർമാസ്, ഈ ബ്ലോക്കുകൾ തീർക്കാനാണ് ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുന്നത് എന്ന അവയർനെസ്സോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ലവ് ഫീലിംഗ് റീപ്ലേസ് ചെയ്യാൻ പറ്റും. വളരെയധികം സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നമ്മളിൽ ഹൃദയത്തിൽ കൊണ്ടുവരേണ്ടി വരും, പ്രകടിപ്പിക്കേണ്ടി വരും പല സാഹചര്യങ്ങളിലും. അങ്ങനെയാണ് പതുക്കെയാണ് അതിൽ നിന്നൊക്കെ നമുക്ക് ഒന്ന് കുറച്ച് റിലീഫ് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് ഒരു ജന്മത്തിലൂടെ തീർന്നു പോകുന്ന ഒരു ആക്ടിവേഷൻ ആകുന്ന ഒരു പ്രോസസ്സല്ല ചക്ര ആക്ടിവേഷൻ. ക്രിയ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ഇത് ഒരു ജന്മത്തിലൂടെ തന്നെ ഫുള്ള് ആക്ടിവേഷൻ ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ മുകളിൽ ആക്ടിവേഷൻ ചെയ്ത് മുകളിലെ ചക്രാസിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിനുള്ള ക്വാളിറ്റി ആയിട്ടില്ല എങ്കിൽ വീണ്ടും ഇത് ഡൗണിലേക്ക് വീണ്ടും ഓരോ പ്രോസസ്സിങ് തുടങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഡൗണിലേക്ക് പോകും, വീണ്ടും മുകളിലേക്ക് എത്തും, വീണ്ടും ഡൗണിലേക്ക് പോകും. അങ്ങനെ ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം നമ്മളിൽ വേണ്ടത് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി വരുമ്പോൾ മാത്രമാണ് നമുക്ക് എല്ലാം കറക്റ്റായിട്ടുള്ള ഫുൾ ആക്ടിവേഷനിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മളാരും ആ ഒരു ഫുൾ ആക്ടിവേഷനിലേക്ക് എത്താൻ പ്രാപ്തമായ ക്വാളിറ്റി നേടിയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അനാഹത ചക്രയിൽ നമുക്ക് ഒരു റിലീഫ് അനുഭവപ്പെടും. അത് ആക്ടിവേഷൻ തുടങ്ങുമ്പോൾ ഒരു റിലീഫ് അനുഭവപ്പെടും, അവയർനെസ് വരുമ്പോൾ. അടുത്തത് വിശുദ്ധ ചക്രയാണ്, ട്രൂത്ത് ചക്രയെന്ന് കൂടി അതിന് പറയാം. പൂർണ്ണമായും ആക്ടിവേറ്റ് ചെയ്യാൻ വളരെ കുറച്ച് പേർക്കാണ് അത് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ആക്ടിവേഷൻ ആകും, അതെല്ലാവർക്കും ആക്ടിവേഷൻ ആകും. അത് ആക്ടിവേഷൻ ആകുമ്പോൾ അറിവ് നമ്മളിൽ നിന്ന്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വാല്യൂ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിത്തുടങ്ങും. നമ്മൾ അറിവുള്ള ഒരു വ്യക്തിയായിട്ട് കൺവേർട്ട് ആകുന്നത് നമുക്ക് തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ കൂടുതൽ അതിന് വേണ്ട പ്രധാന ആക്ടിവേഷൻ ആകേണ്ട പ്രധാന കാരണം എന്ന് പറയുന്നത് സത്യസന്ധത വേണം, ധർമ്മം വേണം. ഇതൊക്കെ പാലിക്കുമ്പോഴാണ് അത് ആക്ടിവേഷൻ ആകാൻ തുടങ്ങുക. കുറേശ്ശെയായിട്ട് ആക്ടിവേഷൻ ആകാൻ തുടങ്ങുക. എല്ലാവരിലും ഈ പ്രോസസ്സ് നടന്നുകൊണ്ടേ തന്നെയാണ് ഇരിക്കുന്നത്. ആരും പൂർണ്ണമായി ആക്ടിവേഷനായി റിലീഫായിട്ട് നിൽക്കുന്ന വ്യക്തികളല്ല. ഇതെല്ലാം എല്ലാവരിലും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിലേക്ക് ഒരുപാട് അറിവുകൾ വരാനൊക്കെ തുടങ്ങും ഈ ചക്ര ആക്ടിവേഷൻ വിശുദ്ധി വരെ എത്തുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അടുത്ത ഒരു ചക്രയാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കാണ് ഇത് ആക്ടിവേഷൻ ആകുക, ആജ്ഞാ ചക്ര. ഇത് ആക്ടിവേറ്റ് ആയാലും 2 തരത്തിലുള്ള ഇല്യൂഷൻ ബ്ലോക്കുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചക്രയിൽ തന്നെ നമ്മൾ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ആ ചക്രയിൽ നിന്ന് താഴത്തേക്കും താഴത്തു നിന്ന് മുകളിലേക്കും ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. കാരണം 2 ഇല്യൂഷൻ ബ്ലോക്കുകൾ അവിടെ ഉണ്ടാവും. ഒന്ന് ഭൗതിക മായയും മറ്റൊന്ന് സ്പിരിച്വൽ മായയും. ഭൗതിക മായയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. കാരണം ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് റിലീഫ് കിട്ടും. പക്ഷേ സ്പിരിച്വൽ ഈഗോ അത് മറികടക്കാൻ കുറച്ച് പേർക്ക് മാത്രമാണ് സാധിക്കുക. ഇൻഡ്യൂഷൻസ് കിട്ടി തുടങ്ങും,
ദൈവിക ദർശനങ്ങൾ, പ്രകാശരൂപങ്ങൾ, പൂർവ്വജന്മങ്ങൾ, ആകാശിക് റെക്കോർഡ്സ്, തേർഡ് ഐ സിദ്ധികൾ, ഇതെല്ലാത്തിലും നമ്മൾ എന്താണെന്ന് പൂർണ്ണമായി അറിയാതെ കുറേശ്ശെയായിട്ട് വരുമ്പോൾ നമ്മൾക്ക് ഇതിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവും. ഇതെന്താണെന്നറിയാതെ നമ്മൾ ഇതിൽ സ്പിരിച്വൽ മായയിൽപ്പെട്ട് അവിടെ സ്റ്റക്കായി പോകും. അപ്പം അതിനെ മറികടക്കുന്നവർക്ക് കോസ്മിക് ഫീൽഡിലേക്കാണ് എത്തുക. അതിനെ മറികടക്കുന്നവർ അപ്പോൾ കോസ്മിക് ഫീൽഡിലേക്ക് എത്തുമ്പോൾ ഇൻഫർമേഷൻസ് മൈൻഡിലേക്ക് വരാൻ തുടങ്ങും. വളരെ ലോജിക് സൂപ്പർ കമ്പ്യൂട്ടർ പോലെ അവരുടെ ബ്രെയിൻ വർക്കാകാൻ തുടങ്ങും. കോസ്മിക് എനർജി ബ്ലോക്കുകൾ ഉണ്ടാവാം അവിടെയും. അതിൽ നിന്നും നമ്മൾ ആക്ടിവേഷൻ ആകുമ്പോൾ പൂർണ്ണമായി ആക്ടിവേഷനായി എന്ന് പറയാൻ പറ്റില്ല. അതും അവിടെ ഒരു തുടക്ക പീരീഡ് തന്നെയായിരിക്കും. നമ്മുടെ യഥാർത്ഥ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ലേക്ക് എത്താൻ ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. അവിടെ മടി നമ്മളിൽ ഉണ്ടാവും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഈഗോ പാറ്റേൺസ് വർക്കാവുന്നുണ്ടാവും, ബിലീഫ് സിസ്റ്റം, ഹാബിറ്റ്. പിന്നെ കൂടാതെ നമ്മൾക്ക് നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ഈ ഇൻഫർമേഷനും ഡാറ്റയും എല്ലാം ലോജിക് സിസ്റ്റവും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ അറിവ് തന്നെ നമ്മൾക്കൊരു ഈഗോ ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്താൻ കുറച്ച് താമസം അനുഭവപ്പെടും. അങ്ങനെ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തുക മാത്രമല്ല കേട്ടോ നമ്മുടെ ഒരു ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. ലൈഫിൻ്റെ മെയിൻ പർപ്പസ് അതല്ല. അപ്പോൾ സെൽഫ് റിയലൈസേഷനിലേക്ക് എത്തിയാലും ഒരു വ്യക്തി ആ ലൈഫ് റിയലൈസേഷനിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ആ വ്യക്തിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പൂർണ്ണമായും സെൽഫിനെ പ്രകടമാകാൻ അനുവദിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. ആ സെൽഫ് റിയലൈസേഷൻ പൂർണ്ണമാകാൻ വേണ്ടി സ്റ്റാർട്ടിങ് പീരീഡിലായിരിക്കും. അപ്പോൾ അത് പൂർണ്ണമാകാൻ വേണ്ടി ആ സെൽഫിനെ നമ്മളിലൂടെ പ്രകടമാക്കാൻ നമ്മൾ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഇൻ്റലക്ച്വൽ ബ്രെയിനിനെ നമ്മൾ സെൽഫിന് സറണ്ടർ ചെയ്തുകൊണ്ട് നമ്മൾ ഭൂമിയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ യഥാർത്ഥ ഒരു ലൈഫ് പർപ്പസ്. നമ്മൾ ആരാണോ ആ ഒരു റിയലൈസേഷൻ സംഭവിച്ച് ആ സെൽഫിനെ നമ്മളിലൂടെ പ്രകടമാകാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ലൈഫ് പർപ്പസിലേക്ക് നമ്മൾ എത്തുക. എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തർക്കും ആ ഒരു സെൽഫിൻ്റെ ഒരു പ്രകടമാകുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ അവർ ആ സെൽഫ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പ്രകടമാക്കാൻ അനുവദിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഒരു സെൽഫ് റിയലൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചക്ര ആക്ടിവേഷൻ, ചക്ര ഹീലിംഗ്, ആക്ടിവേഷൻ എന്തിനു വേണ്ടി, അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് നമ്മൾ സൗണ്ട് മുഖേന അല്ലെങ്കിൽ ഫ്രീക്വൻസി മന്ത്രാസ് ഒക്കെ ഉച്ചരിച്ചുകൊണ്ടും ഇത് പതുക്കെ ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നമ്മളിൽ ക്രിയാ ടെക്നിക്സ് ഉപയോഗിച്ച് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തന്ത്ര ടെക്നിക്സ് ഉപയോഗിച്ച് ഇത് ആക്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ കർമ്മങ്ങൾ നമ്മളിലേക്ക് എത്തും. അപ്പോൾ ആ കർമ്മങ്ങൾ വളരെ സ്പീഡിൽ വരുമ്പോൾ നമ്മളതിനെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ക്രിയാ ടെക്നിക്സിലും തന്ത്ര ടെക്നിക്സിലും നമ്മൾ പോകുമ്പോൾ കൃത്യമായ ഗുരുവിൻ്റെ ആ ഒരു നിർദ്ദേശത്തോടെ അല്ലാതെ അത് ചെയ്യാൻ പാടില്ല. അതിനേക്കാളും ബെറ്ററായ മെത്തേഡാണ് നമ്മൾ അവയർനെസ്സോട് കൂടിയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളിൽ ആ അവയർനെസ് നിറച്ചുകൊണ്ട് നമ്മൾ ആക്ടിവേഷൻ ചെയ്തു പോകുന്നത്.